ചേച്ചിമാരെ, അച്ഛന്മാരെ, അമ്മമാരെ, എല്ലാവർക്കും കുഞ്ഞാമിന്റെ ബ്ലോഗിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മൈലാഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് മൈലാഞ്ചി ഇലയും കൊണ്ട് മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുന്നത്, നമ്മുടെ ബോൾസിന്റെ ഇലയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കണം. മൈലാഞ്ചി ഇലയും കൊണ്ട് മാത്രമല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത്, ബോൾസ് വേറൊരു ഇലയും കൊണ്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ആ ഇല ഇട്ടത് ഇപ്പം വരാം. അപ്പൊ ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം? നമുക്ക് ഇച്ച സാധനം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഒരു നാരങ്ങ, പിന്നെ നമ്മൾ ബോൾസിന്റെ ഇല ഇട്ടോ, നല്ല വലിയ ബോൾസിന്റെ ഇല, അത് ഇങ്ങനത്തെ ഇല. അപ്പൊ ഇത് നല്ല കുഞ്ഞിന്റെ മൂട്ടർ എടുക്കണം, അല്ല ഇങ്ങനെ കൊള്ളാട്ടി എടുക്കണ്ട. അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ഇവിടെ അരക്കല്ലുണ്ട്, പക്ഷെ ഞാൻ ഇടിക്കല്ല, എനിക്ക് പൊക്കാൻ പറ്റത്തില്ല. അതാണ്, നിങ്ങളുടെ വീട്ടിൽ അരക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടി അരച്ചാൽ മതി. ഇത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ലതായിട്ട് പൊക്കാനായിട്ടാ എനിക്ക് നല്ല ശക്തിയുണ്ട്. അപ്പം നമുക്കെന്നാ അങ്ങനെ തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഈ ഇല ഇച്ചിരി ഇങ്ങനെ ഇതാകവേ, ഇതിൻ്റെ ഇല ഇങ്ങോട്ട് ഇച്ചിരി ഇതാ. ഇച്ചിരി കനൊക്കെ ഉണ്ടട്ടോ സാധനത്തിന്. അപ്പൊ നമ്മൾ ഇത് വേണേ. അപ്പൊ എന്തേ ഇച്ചിരി നമ്മൾ ഇട്ടു, ഇത് നമുക്ക് ലാസ്റ്റ് ഇടാം കേട്ടോ. ഇനി തൊള്ളി നാരങ്ങ, നാരങ്ങ വിരിയാനോ എൻ്റെ അമ്മത്തി. ആ നാരങ്ങ പിന്നെ നമുക്ക് വിരിയാണ്ട. ഇതൊന്ന് നമുക്കൊന്ന് ഇടിക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇടിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് നല്ലതായിട്ട് ഇടിച്ചെടുക്കാം. കണ്ടെന്ന് ഇടി വരുന്നുണ്ട്. നാരങ്ങ എങ്ങനെ ഒഴിച്ചിട്ട്, ഓ ക്യാമറമാൻ ഒന്ന് ഒഴിച്ചരുവോ? തൊള്ളയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ, ശക്തി ഒന്നും ഇല്ല. പച്ചനാരങ്ങയായോണ്ടാ ഇച്ചിരി വച്ചയാണ്. ഇച്ചെണ്ണങ്ങൾ വീണില്ല, അത് മതി. നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലവും അരഞ്ഞിട്ടു കേട്ടോ. നമ്മുടെ അരക്കല്ലി ചെയ്യുന്ന പോലെ അതിങ്ങനെ കിട്ടും. അതായത് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇതിങ്ങനെ നമ്മൾ കയ്യിടാൻ നല്ലതായിട്ട് ചുമക്കും. വെള്ളം ഇട്ട സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ അരച്ചിരിക്കാം കേട്ടോ. ഇരിയാനും അറിയത്തില്ല. ഞാൻ ഇപ്പൊ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം. അപ്പൊ ഞാൻ വെള്ളം എപ്പോൾ എടുത്തോണ്ട് വരാവേ. അപ്പൊ നമ്മൾ അരയ്ക്കുകയാണ്, ഇപ്പൊ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇച്ചിരി അരഞ്ഞു വരുന്നുണ്ട്. നമുക്കിത് നടക്ക് സെൻട്രിൽ വെക്കാം കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കാറ്റാട്ട് ഇവിടെ പണ്ടത്. ഇത് അരച്ചെടുക്കട്ടനാണ്. ഇതെല്ലാവർക്കും ചെയ്യട്ടെ, അമ്മമാർക്ക്, അച്ഛന്മാർക്ക്, കുട്ടികൾക്ക്, ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു വയസ്സ് കുട്ടികൾക്കല്ല, 2, 3 വയസ്സ്, 4 വയസ്സ് നടക്കാറാകുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു മൈലാഞ്ചി എന്ത് കാലം. ഞാൻ അരച്ചിരി ഇട്ടിട്ടാണ്, പിന്നെ ഇഴുക്കരി ഞാൻ ഇട്ടോണ്ട് വന്ന. ഞാൻ ഇനി ഇത് അരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യെ ഇടുന്നത്, എന്നിട്ട് ഒരു 10 മിനിറ്റ് എന്തെങ്കിലും വെയിറ്റ് ചെയ്യണം. നമ്മൾ നല്ലതായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ ഈ നഖത്ത് ഇടുന്നില്ല, അവിടെ ഇച്ചിരി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് ഇടുന്നത്.
ഇത് കേട്ടോ ഒരു പൂ പോലെ റൗണ്ട് ഇതുമാണ്. ഇച്ചിരി അല്ല കേട്ടോ, ഈ അരച്ച വരുമ്പോൾ നമ്മൾ ഇച്ചിരി കാണത്തുള്ളൂ. ഇത്ര നമ്മൾ ഇട്ട അരയ്ക്കുമ്പോൾ നമുക്ക് ഇത്ര കിട്ടുള്ളൂ. നമ്മൾ അരച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതാട്ടോ കഴിഞ്ഞാൽ ഇച്ചിരി ഇട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഉള്ളതുകൊണ്ട് ഇടാൻ പറ്റുമോന്ന് അറിയില്ല. 10 മിനിറ്റ് എന്തെങ്കിലും 10-20 മിനിറ്റ് എന്തെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നല്ല കളറായിരിക്കും വരുന്നേ. അപ്പം ഉള്ളത് വെച്ച് നമ്മൾ ഇടുവാണ് എങ്ങനെയോ. അപ്പം നമ്മുടെ നേരത്തെ ഇത് വായിക്കാൻ പോവാ. ഇത് ഇച്ചിരി ഉള്ളതെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി ഇലയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇല ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇച്ചിരിയോ ഉള്ളൂ. അത് വെച്ചാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. കളറാന്ന് പക്ഷേ ഉറപ്പാണ് എനിക്ക്. അപ്പം ഞാൻ 2 സിനിനി ഈ സൈഡിൽ നിന്നുള്ളത് ഇതുണ്ട്. ഇവിടെ ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട്. വെച്ചു, അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് മൈലേജ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാട്ടോ ഗൈസ്, നല്ല ചുമന്ന അല്ല ഓറഞ്ച് കളർ. നമ്മുടെ വെളിയിൽ നിന്ന് മേടിക്കണേക്കാട്ടും നല്ലതായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 2 സൈസ് ബോൾസാണ്. വലിയ ബോൾസാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു വലിയ ബോൾസ് പൂവാണ് വരുന്നത്. നീണ്ട ഒരു ഇലയാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ല. അങ്ങനത്തെ ഒരു ബോൾസ് കിട്ടും. ഇനി നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് പൈസ ചിലവാക്കണം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇച്ചിരി നാരങ്ങ, പിന്നെ ആ ബോൾസ് അത്ര മതി നമുക്ക്. പിന്നെ നമുക്ക് അരച്ചാൽ മതി. ഇത് ചേട്ടന്മാർ, ചേച്ചിമാർ, അമ്മമാർ, അച്ഛന്മാർ എല്ലാവരും ഇതൊന്ന് ചെയ്യണം. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. റിക്വസ്റ്റ് ഇട്ടെത്തുന്ന ടാറ്റ.